ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ്. അത് ലോക ക്രിക്കറ്റ് പിന്നെ വേൾഡ് ക്രിക്കറ്റിനോടാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിനോടാണെങ്കിലും അതായത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്രിക്കറ്റ് കളിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട ആരാണേലും അവരെല്ലാവരും അറിഞ്ഞിരിക്കാനുള്ളൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കളിയിൽ കേമന്മാരാകുന്നതിന് അവരെക്കുറിച്ച്. അതിനുശേഷം അത് പ്ലെയർ ഓഫ് ദ മാച്ച് എന്നാക്കി തിരുത്തിയിട്ടുണ്ട്. അതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ ന്യൂട്രൽ ആക്കിയിരിക്കുന്നതാണ്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ അതൊരു ആണ് പെണ്ണ് അങ്ങനെയുള്ള വേർതിരിവുകൾ അങ്ങനെയുള്ള മനുഷ്യരെ വേർതിരിക്കാണ്ട് മനുഷ്യൻ എന്നുള്ള ഒറ്റ ഇതിലോട്ട് നമ്മുടെ ഒരു ചിന്താമണ്ഡലം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ സ്പോർട്സിലും എല്ലാ തലങ്ങളിലും സിനിമയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആയി വരുവാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർ ഇപ്പോഴും മാൻ ഓഫ് ദ മാച്ച് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഭാഗത്തുനിന്ന് എന്നെപ്പോലുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് ഇതിങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും അതിനെ ചവിട്ടി തേക്കുന്ന വിധത്തിൽ ഇങ്ങനെ ബുദ്ധിശൂന്യപരമായിട്ട് ഇങ്ങനെ മാൻ ഓഫ് ദ മാച്ച് എന്ന് ഉപയോഗിക്കുന്നത്. അത് പലരാണേലും ഈ യൂട്യൂബിലൊക്കെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ വിവരദോഷികൾ ഇപ്പോഴത്തെ ക്രിക്കറ്റിനെ പറ്റി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ മണ്ടന്മാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? ക്രിക്കറ്റിനെ പറ്റി വളരെ വാചാലമായിട്ട് സംസാരിക്കുന്നതേക്കാം. പക്ഷേ ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ലാത്ത ഈ ശുംഭന്മാരെ കുറിച്ച് എനിക്കറിയത്തില്ല. പിന്നെ ആകെപ്പാടെ എനിക്ക് മനസ്സിലായത് ഇവന്മാർ ഗാംഗുലിയുടെ കാലത്ത് ക്രിക്കറ്റ് കളി കണ്ടിരുന്നവന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കിട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ചുമ്മാ തട്ടി വിടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ മാൻ ഓഫ് ദ മാച്ച് എന്നുള്ളൊരു വാചകം ഉപയോഗിക്കാതിരിക്കുക, പ്ലെയർ ഓഫ് ദ മാച്ച് എന്നുള്ളതാണ്. മനസ്സിലായോ? ആരെങ്കിലും മാൻ ഓഫ് ദ മാച്ച് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവരദോഷികളാണ്. അത് തിരുത്തുക. താങ്ക് യു.